ഇവിടെ എല്ലായ്പ്പോഴും ചികിത്സ നടക്കുമ്പോൾ ശരീരത്തിലെ പ്രശ്നങ്ങൾ ഒഴിവാക്കുക എന്നുള്ളതിന്റെ കൂട്ടത്തിൽ തന്നെ ശരീരത്തോടൊപ്പം തന്നെ മാനസികമായിട്ടുള്ള വിഷയങ്ങൾ നമ്മളിലൂടെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ടാവും. ശരീരത്തിന് ഒരു ആരോഗ്യക്കുറവുണ്ടെങ്കിൽ അതിന് തുല്യമായിട്ടുള്ള ഒരു ആരോഗ്യക്കുറവ് മനസ്സിന്റെ തലത്തിലും ഉണ്ടാവാം. ആ ഒരു ആരോഗ്യക്കുറവ് നമുക്ക് പരിഹരിക്കണമെങ്കിൽ അത് നമ്മൾ ഇപ്പൊ ഇവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്താന്ന് വെച്ചാൽ ഇതുവരെയുള്ള കാര്യങ്ങളൊക്കെ പതുക്കെ പതുക്കെ ഓർത്തെടുക്കുന്നു, പതുക്കെ നമ്മൾ ഷെയർ ചെയ്യുന്നു. അതിൽ പല കാര്യങ്ങളും നമ്മൾ ചെയ്ത രീതി അല്ലെങ്കിൽ നമുക്ക് സുഖകരമല്ലാതെ തോന്നിയ പല വിഷയങ്ങളെയും എന്തുകൊണ്ട് അത് സുഖകരമല്ലാതെ അന്ന് തോന്നി എന്നുള്ളതിനെ കുറിച്ചിട്ട് ഒന്ന് തുറന്ന് പരിശോധിക്കുന്നു. ഓരോ വിഷയങ്ങളെയും വീണ്ടും മനസ്സിലേക്ക് കൊണ്ടുവന്ന് തുറന്ന് എന്താണ് ഇതിന്റെയൊക്കെ കാരണമെന്ന് പരിശോധിക്കാനായിട്ടുള്ള ഒരു സമയം നമുക്ക് ഇവിടെ കിട്ടുന്നുണ്ട്. ഏതൊക്കെ തരത്തിൽ ഇനി അതിനെ കറക്റ്റ് ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോകാം എന്നുള്ള ഒരു ഡയറക്ഷനും ഇവിടെ കിട്ടുന്നുണ്ട്. ഇതുകൂടാതെ ഒരു പ്രത്യേക പ്രശ്നം ഉണ്ടായ ഒരു സമയത്തേക്ക് വീണ്ടും മനസ്സുകൊണ്ട് നമ്മൾ ചെന്ന് വാസ്തവത്തിൽ ആ ഒരു പ്രശ്നം നമുക്കൊരു ദുഃഖം ഉണ്ടാക്കിയിട്ടില്ല യഥാർത്ഥത്തിലുള്ള ജീവിതത്തിൽ. ആ നിമിഷത്തിൽ നമുക്ക് അത് പ്രശ്നമായിട്ട് തോന്നിയേക്കാം. എന്നാൽ യഥാർത്ഥത്തിൽ ആ ഒരു അന്ന് നമുക്ക് തെറ്റ് എന്ന് തോന്നിയത് പിന്നീട് നമുക്ക് ഒരു ശരിയായി വർത്തിച്ചിട്ടുണ്ട്. അങ്ങനെയുള്ളതൊക്കെ വീണ്ടും വീണ്ടും വിശദമായിട്ട് അനലൈസ് ചെയ്യാൻ ഉള്ളൊരു സമയമായിട്ടാണ് ജീവനത്തിൽ നമ്മൾ ഉപയോഗപ്പെടുത്തുക. എന്നാൽ ഇവിടുത്തെ ചികിത്സയൊക്കെ കഴിഞ്ഞതിന് ശേഷവും നമ്മൾ വീണ്ടും ലൈഫിൽ പല പല പ്രശ്നങ്ങളിലൂടെ കടന്നു പോകുമല്ലോ, ഇനിയും കടന്നു പോകും. അപ്പോൾ അങ്ങനെ വരുന്ന ജീവിതത്തിലേക്ക് ഓരോ പ്രശ്നങ്ങൾ കടന്നു വരുമ്പോൾ നമ്മൾ ഇമോഷണലി അത്ര സ്റ്റേബിൾ അല്ലാതെ പലപ്പോഴും ആയി പോകുമ്പോൾ അത് ശരീരത്തിന്റെ ആരോഗ്യത്തെയും കാര്യമായിട്ട് ബാധിക്കും. അതാണ് ഇവിടെ എല്ലായ്പ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു കാര്യം. ശാരീരികമായിട്ടുണ്ടാവുന്ന വിഷമതകൾ മനസ്സിനെ എപ്രകാരമാണോ ബാധിക്കുന്നത്, ഇതേ തരത്തിൽ മാനസികമായിട്ടുണ്ടാവുന്ന വിഷമതകളും പ്രശ്നങ്ങളും എല്ലാം ശരീരത്തിന്റെ ആരോഗ്യത്തെയും ബാധിക്കും. കാരണം ഇതും രണ്ടും വേറെ വേറെയല്ല, ഒന്നായി തന്നെ നിലനിൽക്കുന്നതാണ് എന്നുള്ളത് കൊണ്ട്. ഇന്ന് നമ്മൾ പറയുന്നത് മാനസികമായിട്ട് പ്രശ്നങ്ങൾ നമ്മുടെ ശരീരത്തിന്റെ ആരോഗ്യത്തെ ബാധിക്കാതിരിക്കാൻ എന്ത് ചെയ്യണം എന്നുള്ളതാണ്. പ്രശ്നങ്ങളില്ലാത്തൊരു ജീവിതം സ്വപ്നം കാണുകയേ വേണ്ട. പ്രശ്നങ്ങളില്ലാത്ത ജീവിതം എന്ന് പറഞ്ഞാൽ അവിടെ അത് ജീവിതമല്ലാത്ത മറ്റെന്തോ ആണ്. കാരണം ലൈഫ് അത്രത്തോളം ഡൈനാമിക് ആണ്. അതിങ്ങനെ കയറിയിറങ്ങി ഇന്ന് ഭയങ്കര സന്തോഷമാണെങ്കിൽ നാളെ ചിലപ്പോൾ നിരാശയായിരിക്കാം, മറ്റന്നാൾ ചിലപ്പോൾ ദുഃഖമായിരിക്കാം, അതിന്റെ അടുത്ത ദിവസം ചിലപ്പോൾ ഭയങ്കര ദേഷ്യമായിരിക്കാം, വീണ്ടും സന്തോഷം. ഇതിങ്ങനെ മാറി മറിഞ്ഞ് വന്നുകൊണ്ടേയിരിക്കുന്നുണ്ട്. എന്നും സന്തോഷം വരുമ്പോൾ നമ്മൾ എന്താ വിചാരിക്കുക, ഇനി എന്നും സന്തോഷമാണ്, ഇതുപോലെ അങ്ങോട്ട് പോയാൽ മതി. ദുഃഖം വരുമ്പോഴോ ഇനി എന്നും ദുഃഖമായിരിക്കും എന്ന് കരുതിയിട്ടുള്ള നിരാശയും തുടർന്നുള്ള ദുഃഖവും. അതായത് ഏത് അവസ്ഥയിലാണോ നമ്മളുള്ളത് ആ അവസ്ഥയിൽ ഇരിക്കുമ്പോൾ നമ്മൾ ചിന്തിക്കുന്നത് ഇനി ലൈഫൊക്കെ ഇതുപോലെ തന്നെയാണെന്നാണ്. എന്നാൽ വാസ്തവത്തിൽ അങ്ങനെയായിട്ടാണോ കാണുന്നത്? അല്ല. കുറേ കാലം മുന്നോട്ട് നീങ്ങി മുന്നോട്ട് വന്ന് പിന്നെ പിന്തിരിഞ്ഞു നോക്കുമ്പോഴാണ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് ഇതിങ്ങനെ മാറി മറിഞ്ഞും വന്നുകൊണ്ടിരിക്കുന്നുണ്ട്, ഒന്നിനും ഒരു തുടർച്ചയില്ല. ഇനി ജീവനത്തിൽ നിന്നും ചികിത്സ കഴിഞ്ഞു പോയതിന് ശേഷമാണെങ്കിലും ഇനിയിപ്പോ ഇവിടെ ചികിത്സിക്കാനേ വരാത്ത ഒരാൾക്ക് വേണമെങ്കിലും ഇപ്പോ ഞാൻ ഈ പറയുന്ന കാര്യം പരിശീലിക്കാം. ഓരോ ദിവസത്തെയും ശരീരത്തിൽ നമുക്കുണ്ടായിട്ടുള്ള പ്രശ്നങ്ങൾ എന്തൊക്കെയാണെന്ന് നമ്മൾ രാത്രി കിടന്നുറങ്ങുന്നതിന് മുൻപ് ഒന്ന് അനലൈസ് ചെയ്യേണ്ടതുണ്ട്. ഇന്നത്തെ ഇപ്പൊ പലപ്പോഴും പറയില്ലേ, നമ്മുടെ മെമ്മറി ഷാർപ്പാക്കാൻ അല്ലെ കോൺസെൻട്രേഷൻ കൂട്ടാൻ എന്നൊക്കെ പറഞ്ഞിട്ട് പല വിദ്യകൾ പറയുന്നതിന്റെ കൂട്ടത്തിൽ പറഞ്ഞു കേൾക്കാറുള്ള ഒന്നാണ് രാത്രി ഉറങ്ങുന്നതിന് മുൻപ് ഇന്ന് ചെയ്ത കാര്യങ്ങളൊക്കെ ഒന്ന് ആലോചിക്കുക. ഇന്ന് പൊതുവെ കുട്ടികൾക്കൊക്കെ നമ്മൾ പറഞ്ഞു കൊടുക്കലുണ്ട്. ഇതേ തരത്തിൽ ഇന്നത്തെ എന്റെ ശാരീരിക അവസ്ഥ എന്താണ് എന്നുള്ളത് ഓരോരുത്തരും ഉറങ്ങുന്നതിന് മുൻപ് ഒന്ന് ഒബ്സർവ് ചെയ്യേണ്ടതുണ്ട്. സോറി, എന്റെ കൈ എങ്ങനെയാണ്, കാലെങ്ങനെയാണ്, വയറെങ്ങനെയാണ്, തല എങ്ങനെയാണ്, എവിടെയെങ്കിലും വേദനയോ എന്തെങ്കിലും വിങ്ങലോ കടച്ചിലോ വലിച്ചിലോ അല്ലെങ്കിൽ എവിടെയെങ്കിലും ഓവർ സ്ട്രെയിൻ ആവലോ എന്തെങ്കിലും ഉണ്ടായിട്ടുണ്ടോ, അല്ലെങ്കിൽ ഗ്യാസ് ട്രബിൾ ഉണ്ടോ, ദഹനമൊക്കെ കൃത്യമായിട്ട് നടന്നിട്ടുണ്ടോ എന്ന തരത്തിൽ കുറച്ച് മിനിറ്റുകൾ മാത്രം എടുത്ത് എന്റെ ശരീരത്തിന്റെ ഇന്നത്തെ അവസ്ഥ എന്താണെന്നുള്ളതൊന്ന് അറിയണം. അതെന്തിനാ അറിയുന്നത്? ഇന്ന് എനിക്കിപ്പോ ഞാൻ കുറെ അധികം ഭാരമെടുത്ത ഒരു ദിവസമാണ് ഇന്നെന്ന് കരുതുക. ചിലപ്പോൾ സ്ട്രെയിൻ ഉണ്ടാവും, എന്റെ ബാക്ക് മസിൽസിന് സ്ട്രെയിൻ ഉണ്ടാവാം. അപ്പൊ എനിക്ക് ചെറിയ വേദനയോ ചിലപ്പോൾ വിങ്ങലൊക്കെ ഉണ്ടാവും. അങ്ങനെ ഉണ്ടെങ്കിൽ അപ്പൊ അവിടെ മനസ്സിലാക്കണം എന്റെ ബോഡിയുടെ ഇന്നൊരു പാർട്ടിന് കൂടുതൽ സ്ട്രെയിൻ വന്നിട്ടുണ്ട്. അപ്പൊ ആ സ്ട്രെയിൻ കുറയ്ക്കുന്ന തരത്തിലായിരിക്കണം ഞാൻ ഇന്ന് ഉറങ്ങാൻ കിടക്കുന്നത് പോലും. നാളത്തെ ഒരു ദിവസവും ഈ ഒരു ഭാഗത്തിന് സ്ട്രെയിൻ വളരെ കുറവേ ഞാൻ കൊടുക്കാവൂ. കാരണം ഈ സ്ട്രെയിൻ മാറ്റുക എന്ന് പറയുന്ന പ്രക്രിയ ശരീരം ചെയ്തോളും.
അല്ലെങ്കിൽ ഈ സ്ട്രെയിൻ കൊണ്ട് എന്ത് പ്രശ്നമാണ്, എന്ത് ആരോഗ്യ തകരാറാണ് എന്റെ ശരീരത്തിന് ഉണ്ടായത്, ആ തകരാറ് ശരീരം സ്വന്തമായി മാറ്റിക്കോളും. അതിനു വേണ്ടിയിട്ട് ഞാനൊന്ന് സപ്പോർട്ട് ചെയ്ത് കൊടുക്കണം. ആ സപ്പോർട്ട് എന്ന് പറയുന്നത് എന്റെ ഇരുത്തത്തിലുള്ള കറക്ഷൻ ആയിരിക്കാം. കിടക്കുമ്പോൾ ഞാൻ ഈ ഒരു സൈഡ് തിരിഞ്ഞു കിടക്കണം, അല്ലെ ഞാൻ കമിഴ്ന്ന് കിടക്കണം എന്നുള്ളതാവാം, അല്ലെ പിറ്റേ ദിവസം ഞാൻ ഭാരിച്ച ജോലികൾക്ക് പോകില്ല എന്നുള്ളതാകാം. ഏത് തരത്തിൽ വേണമെങ്കിലും ആവാം. പക്ഷെ ഞാനിത് എന്റെ ശരീരത്തിൽ ഇങ്ങനെ ഒരു സ്ട്രെയിൻ ഉണ്ട് എന്ന് കൃത്യമായിട്ട് തിരിച്ചറിഞ്ഞില്ലെങ്കിലോ, നമ്മൾ ഒബ്സർവ് ചെയ്തില്ലെങ്കിൽ സൂക്ഷ്മമായിട്ടുള്ള മാറ്റങ്ങളോ അല്ലെ ചെറിയ ചെറിയ വേദനകളോ ഒന്നും നമ്മൾ മൈൻഡ് ചെയ്യൊന്നുമില്ല. ഒന്ന് നമ്മളിലേക്ക് ഒന്ന് തിരിഞ്ഞു നോക്കാൻ തയ്യാറാവുകയാണെങ്കിൽ ഓരോ ദിവസവും നമുക്കുണ്ടായിട്ടുള്ള ആരോഗ്യ പ്രശ്നങ്ങളെ നമ്മുടെ മനസ്സിലേക്ക് കൊണ്ടുവരാനും അതിനനുസരിച്ച് ജീവിതത്തെ ചിട്ടപ്പെടുത്താനും നമുക്ക് പറ്റും. അപ്പോൾ ഒന്നിനും ഒരു തുടർച്ചയില്ല. ഇന്നിപ്പോ എനിക്ക് ഒരു ഓവർ സ്ട്രെയിൻ ഉണ്ടായി, ബാക്ക് മസിലൊക്കെ പെയിൻ ആണ്. അപ്പൊ ഞാനൊരു ടർക്കിയൊക്കെ നനച്ച് എന്റെ ബാക്ക് മസിലൊക്കെ ഇട്ട് കഴിഞ്ഞാൽ അവിടുത്തെ നീർവീക്കൊക്കെ തൽക്കാലത്തേക്ക് ഒന്ന് പോവുകയും പിറ്റേ ദിവസത്തേക്ക് ഒരു പക്ഷെ വളരെ റിലാക്സ്ഡ് ആയിട്ടുള്ള ഒരു അവസ്ഥയിലേക്ക് എനിക്ക് എത്തിച്ചേരാൻ പറ്റുകയും ചെയ്യും. ഇനി മാനസികമായിട്ടും ഇതുപോലെ ഒരു ഒബ്സർവേഷൻ എല്ലാ ദിവസവും ഉറങ്ങുന്നതിന് മുൻപ് നടത്തണം. ഇന്ന് എന്റെ ചിന്തയിലൂടെ കടന്നുപോയ കാര്യങ്ങൾ, അല്ലെങ്കിൽ ഇന്ന് ഞാൻ ഇടപെട്ട വിഷയങ്ങൾ, ആ വിഷയങ്ങളിൽ പലപ്പോഴും എനിക്ക് ദുഃഖം ഉണ്ടായിട്ടുണ്ട്, എനിക്ക് നിരാശ ഉണ്ടായിട്ടുള്ള സംഭവങ്ങളുണ്ട്, എനിക്ക് ദേഷ്യം വന്ന അവസരങ്ങളുണ്ട്, പലതും ഉണ്ടാവാം. അപ്പോൾ ഇതെല്ലാം കഴിഞ്ഞുപോയി. പലപ്പോഴും റിയാക്ട് ചെയ്യേണ്ടടത്തൊക്കെ ഞാൻ റിയാക്ട് ചെയ്തിട്ടുണ്ട്, എല്ലാം ചെയ്തിട്ടുണ്ട്. പക്ഷെ പലതും ഇങ്ങനെയല്ലായിരുന്നു വേണ്ടിയിരുന്നത് എന്ന തോന്നൽ എനിക്ക് ഉണ്ടാവാം. ഇപ്പോൾ അയാളോട് അങ്ങനെ ദേഷ്യപ്പെടണ്ടായിരുന്നു, അല്ലെങ്കിൽ ഇപ്പോൾ എൻ്റെ മോൻ്റെ അടുത്ത് ഇത്രയൊന്നും പറയണ്ടായിരുന്നു, അല്ലെങ്കിൽ അവൻ്റെ അടുത്ത് കുറച്ച് സോഫ്റ്റ് ആയിട്ട് സംസാരിക്കാമായിരുന്നു, അല്ലെങ്കിൽ അവൾ എന്നോട് ഇങ്ങനെ ചെയ്യാൻ പാടില്ലാത്തതായിരുന്നു, എന്ത് വേണമെങ്കിലും ആയിക്കോട്ടെ. അല്ലെങ്കിൽ ഒരാളുടെ അടുത്ത് എനിക്ക് ദേഷ്യം വന്നത്, ഏത് തരത്തിലുള്ള ചിന്തയും നമ്മുടെ ഉള്ളിലേക്ക് ആ സമയത്ത് കടന്നു വരുന്നതിന് ഒന്ന് നിരീക്ഷിക്കുക, ഒന്ന് തുറന്ന് പരിശോധിക്കണം. ഇപ്പൊ എനിക്ക് ദുഃഖം വന്നിട്ടുള്ള ഒരു വിഷയമാണ് ഞാനിപ്പോ എന്റെ ചിന്തയിൽ ഇപ്പൊ വന്നിട്ടുള്ളതെങ്കിൽ എന്തൊക്കെയാണ് അവിടെ ദുഃഖത്തിന് കാരണമായി വന്നിട്ടുള്ളതെന്ന് വെറുതെ മനസ്സുകൊണ്ടൊന്ന് ചിന്തിക്കുക. അപ്പൊ നമുക്ക് ഒരു പക്ഷെ തോന്നാതെ അവര് പറഞ്ഞ തരത്തിൽ എനിക്ക് ചെയ്യാനായിട്ട് പറ്റിയില്ല, പിന്നെ ഒരു കാര്യം എനിക്ക് സബ്മിറ്റ് ചെയ്യാനായിട്ട് സാധിച്ചില്ല നേരത്തിന്, അതുകൊണ്ടാണ് എനിക്ക് ആ ഒരു മാനസികമായിട്ടുള്ള ഒരു വിഷമം വല്ലാതെ ഉണ്ടായത്. അപ്പൊ അവരതിനു വേണ്ടിയിട്ട് പറഞ്ഞ കമന്റുകളോ അല്ലെങ്കിൽ അവര് ദേഷ്യപ്പെട്ടതോ എന്നെ വല്ലാതെ ദുഃഖത്തിലേക്ക് ആഴ്ത്തി. ആ നിമിഷത്തിൽ മാത്രം. കുറച്ച് കഴിയുമ്പോഴേക്കും അതിൽ നിന്ന് ഞാൻ പുറത്തു വന്നിരുന്നു. എന്നാലും ആ നേരത്ത് എനിക്കുണ്ടായ ഒരു വിഷമം, ആ ഒരു നാണക്കേട്, കാരണം ഞാൻ കൃത്യമായി ജോലി ചെയ്തിട്ടില്ല എന്നുള്ളതായിരുന്നു. അപ്പൊ അവിടെ ഞാൻ അങ്ങോട്ട് കുറഞ്ഞു പോവുമായിരുന്നു. ആ സമയത്ത് ഞാൻ അനുഭവിക്കുന്ന ഒരു ഇമോഷൻ എപ്രകാരമുള്ളതാണ്, എന്റെ മനസ്സിൽ അപ്പോൾ വരുന്ന ചിന്തകളാവാം, ഒരു ഫീലുകളായിരിക്കാം. ആ സമയത്ത് എന്റെ ശരീരത്തിൽ വരുന്ന മാറ്റങ്ങൾ കൂടി ഉണ്ടാവും. മനസ്സിന് മാത്രമായിട്ടൊരു മാറ്റമില്ല. ഒരു സന്തോഷം വരുമ്പോ സന്തോഷം മനസ്സിൽ മാത്രമല്ല വരിക, ശരീരത്തിലും ഉണ്ട് മാറ്റങ്ങൾ. കരച്ചില് വരുമ്പോ, ദുഃഖം വരുമ്പോ അവിടെ മനസ്സിൽ മാത്രമല്ല ദുഃഖം വരുന്നത്, നമുക്ക് കണ്ണിൽ നിന്ന് വെള്ളം വരാം, അല്ലെങ്കിൽ തൊണ്ടയിലൊക്കെ ഒരു കനം വരാം, നമുക്ക് നെഞ്ചിടിപ്പൊക്കെ ആകെ കൂടാം, ശരീരമൊക്കെ ആകെ തളരുന്നത് പോലെ വരാം. മനസ്സിലെ ദുഃഖം വന്നിട്ടുള്ളൂ. പക്ഷെ എല്ലാ മാറ്റങ്ങളും ശരീരത്തിലൂടെയാണ് നമ്മൾ അറിയുന്നത്. ഞാനിപ്പോ ദുഃഖത്തിലാണ് എന്നുള്ളൊരു കാര്യം പോലും. അപ്പൊ ഓരോ വിഷയത്തിലൂടെ, ഓരോ പ്രശ്നങ്ങളിലൂടെ നമ്മൾ കടന്നു പോകുമ്പോഴും ആ സമയത്തെ എന്റെ ശാരീരിക അവസ്ഥ എപ്രകാരമായിരുന്നു എന്നുള്ളത് ഒന്ന് ഓർത്തെടുക്കാനായിട്ട് ശ്രമിക്കണം. അത് നല്ല വിഷയമായിക്കോട്ടെ, മോശം വിഷയമായിക്കോട്ടെ, നമ്മൾ വലിയ നിരാശയിലേക്ക് പോയ നിമിഷമായിക്കോട്ടെ, ആകെ തകർന്നു പോയതോ പരാജയപ്പെട്ടതോ എന്ത് വേണമെങ്കിലും ആയിക്കോട്ടെ, നമ്മുടെ മനസ്സിലേക്ക് അങ്ങനെ ഒരു വിഷയം കയറി വന്നിട്ടുണ്ടെങ്കിൽ ആ വിഷയത്തെ തുറന്ന് പരിശോധിക്കാനായിട്ട് നമ്മൾ മനസ്സ് കാണിക്കണം. അതായത് ചിന്തകളെ ഒബ്സർവ് ചെയ്യുക എന്നുള്ളതാണ് ഇപ്പൊ ചെയ്യുന്നത്. ചിന്തയെ ഒബ്സർവ് ചെയ്യുന്നത് ആരാ? മനസ്സ്. എന്താ മനസ്സെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒറ്റയടിക്ക് പൊതുവെ ആളുകൾ പറയാ ചിന്തകളുടെ ഒരു കൂട്ടം എന്നാണ്. പക്ഷെ ഇപ്പൊ നമ്മൾ എന്താ ചെയ്യാനായിട്ട് പറയുന്നത്? ആ ചിന്തകളെ വേറൊരു മനസ്സുകൊണ്ട് ഒബ്സർവ് ചെയ്യാനാ പറയുന്നത്. കാരണം ഇപ്പൊ ഞാനൊരു സന്തോഷം അനുഭവിച്ചുകൊണ്ടിരിക്കുമ്പോ, ഒരു ആസ്വദിച്ചുകൊണ്ടിരിക്കുകയാണ്, എന്തോ കണ്ട്, അല്ലെങ്കിൽ എന്റെ ലൈഫിൽ ഈ ഒരു നിമിഷം വളരെ സന്തോഷമുള്ളതാണെന്ന് വിചാരിക്കാം. സന്തോഷിക്കുന്ന എന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു മനസ്സുകൂടി എനിക്കുണ്ട്. ആ മനസ്സിനെ കൂടി നമ്മളൊന്ന് ഉണർത്തി വെക്കണം. അത് എപ്പോഴും ഉണർന്നാണ് ഇരിക്കുന്നത്, പക്ഷെ നമ്മളത് സെൻസ് ചെയ്യാറില്ല. നമ്മൾ ആ ഒരു സന്തോഷം അല്ലെങ്കിൽ ദുഃഖം അല്ലെങ്കിൽ നിരാശ അങ്ങനെയുള്ള ഒരു ഭാവത്തെ മാത്രമേ അറിയാറുള്ളൂ.
ഈ ഓരോ ഇമോഷനെയും നമ്മുടെ ഉള്ളിൽ നിന്നും നമുക്ക് വീക്ഷിക്കാനാകുന്നുണ്ട് എന്നുള്ളത് അത്ര ശ്രദ്ധിക്കാറില്ല. ഇന്നു മുതൽ ഇതൊരു പ്രാക്ടീസ് ആയിട്ട് എടുക്കണം. എല്ലാ ഇമോഷൻസും നമ്മളിൽ ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കും. ആർക്കും എനിക്ക് സന്തോഷം മാത്രമേ വരുള്ളൂ, എനിക്ക് ദുഃഖമേ, എൻ്റെ ലൈഫ് മുഴുവൻ ദുഃഖമാണ്, അല്ലെങ്കിൽ എൻ്റെ ജീവിതം മുഴുവൻ നിരാശയാണ്, അങ്ങനെ മാത്രമുള്ള ഒരു ലൈഫില്ല. എല്ലാം ഏറ്റക്കുറച്ചിൽ ഇങ്ങനെ വന്നു പോയിക്കൊണ്ടൊക്കെ തന്നെ ഇരിക്കും. എല്ലാറ്റിനെയും നമ്മുടെ ഉള്ളിൽ മറ്റൊരു വലിയ മനസ്സിരുന്ന് നിരീക്ഷിക്കുന്നുണ്ടെങ്കിലോ, ഇപ്പൊ വീട്ടിൽ പേരക്കുട്ടികളൊക്കെ കളിച്ചുകൊണ്ടിരിക്കുമ്പോ, ഒരു കുടുംബം എന്ന് പറയുമ്പോൾ അതില് അച്ചാച്ചന്മാര് അമ്മമ്മമാരുണ്ടാവാം, അച്ഛനമ്മമാരുണ്ടാവാം, ചെറിയ കുട്ടികൾ ഒക്കെ ഉണ്ടായിരിക്കാം. അപ്പൊ ഇവിടെ ആ കുട്ടികൾ ഇതെല്ലാം കൂടിയിട്ടുള്ളതിനെയാണ് നമ്മൾ കുടുംബം എന്ന് പറയുന്നത്. അതിൽ കുട്ടികളൊക്കെ കളിച്ചുകൊണ്ടിരിക്കുമ്പോൾ അപ്പൂപ്പന്മാരും അമ്മൂമ്മമാരൊക്കെ ഇങ്ങനെ അതൊക്കെ ആസ്വദിച്ചുകൊണ്ടിരിക്കില്ലേ. അവര് കളിക്കുന്നു, അത് ആസ്വദിക്കുന്നുണ്ട്. അവര് തല്ലുകൂടുമ്പോ അത് കണ്ട് ആസ്വദിക്കുന്നുണ്ട്. അവര് കരയുമ്പോ അതും ഇവർ ആസ്വദിക്കുന്നുണ്ട്. എല്ലാം ആ കൂട്ടത്തിൽ. കാരണം മുതിർന്ന കുറച്ചുകൂടി എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ളവർക്ക് അറിയാം ഇതൊക്കെ ഇങ്ങനെയൊക്കെ തന്നെയാണ്. ഇതിലൊന്നും തെറ്റും ശരിയൊന്നും, വളരെ മുതിർന്നവർ, പ്രായം ചെയ്യുന്നവർ ഇതിലൊന്നും തെറ്റും ശരിയും കാണുന്നില്ല. ലൈഫ് ഇങ്ങനെയൊക്കെ തന്നെയാണ് എന്നുള്ളത് നല്ലോണം ബോധ്യമുള്ളവരാണ് ഇത് കണ്ട് ആസ്വദിച്ചുകൊണ്ടിരിക്കുന്നത്. കാരണം അവരും ഈ ചെറു പ്രായത്തിലൂടെയൊക്കെ കടന്നു വരുമ്പോൾ, വീഴുമ്പോൾ കരയുമ്പോൾ വല്ലാത്ത വിഷമവും കാര്യങ്ങളും പ്രശ്നങ്ങളൊക്കെ വരുന്നു. സന്തോഷമാകുമ്പോൾ വലിയ സന്തോഷം വരുന്നു. വഴക്കുകൾ വരുമ്പോൾ ഭയങ്കര ഇമോഷണൽ പ്രശ്നങ്ങൾ വരുന്നു. ഇതൊക്കെ ചെറിയ പ്രായങ്ങളിലൊക്കെ ഉണ്ടായി മുതിർന്ന് കൃത്യമായിട്ട് ജീവിതത്തെ എക്സ്പീരിയൻസ് ചെയ്ത് കഴിയുമ്പോൾ എന്ത് മനസ്സിലാവുന്നു? ഒന്നും ചെയ്യാനില്ല. ഇതൊക്കെ എല്ലാവരുടെ ജീവിതത്തിൽ ഇതൊക്കെ തന്നെയാണ് സംഭവിക്കുന്നത്. അപ്പൊ ഇതിനെ കണ്ടാസ്വദിക്കും. ഇത് ഇവര് 80ാമത്തെ വയസ്സിൽ അല്ലെങ്കിൽ 70ാമത്തെയോ അല്ലെങ്കിൽ 80ാമത്തെയോ 90ാമത്തെയോ വയസ്സിൽ ഇവർക്ക് കിട്ടുന്ന ഒരു തിരിച്ചറിവ് വളരെ ചെറുതു മുതലേ നമുക്ക് കിട്ടുകയാണെങ്കിലോ എന്തൊരു സമാധാനമായിരിക്കും ജീവിതത്തിൽ ഉണ്ടാവുക. അപ്പൊ ആ ഒരു തിരിച്ചറിവ് ഉണ്ടാവണമെങ്കിൽ നമ്മുടെ ഉള്ളിലുള്ള എല്ലാ ചിന്തകളെയും നമുക്ക് ഒഴിവുപോലെ തുറന്നു പരിശോധിക്കാനായിട്ട് പറ്റണം. തുറന്നു പരിശോധിക്കുമ്പോൾ തുറന്നു പരിശോധിക്കുന്നത് നമ്മുടെ ഉള്ളിലത്തെ ഒരു മനസ്സ് തന്നെയാണ്, വേറെ ആരും ഇല്ലല്ലോ. എൻ്റെ ഉള്ളിൽ വന്നിട്ടുള്ള ചിന്തകളെ, എൻ്റെ ഉള്ളിൽ വന്ന ഇമോഷൻസിനെ എൻ്റെ ഉള്ളിലെ തന്നെ കുറച്ചുകൂടി പക്വതയാർന്ന ഒരാള് കണ്ട് പരിശോധിച്ച് ആസ്വദിക്കുന്നു. അപ്പോൾ ഒരു കുട്ടികൾ ചണ്ട കൂടുന്നത് കാണുമ്പോൾ ആ ചണ്ട കൂടുന്നതിന്റെ ബ്യൂട്ടിയാണ് ആസ്വദിക്കുന്നത്. അല്ലാതെ അവിടെ ഇനിയിപ്പോ അവിടെ തലമുട്ടുവല്ലോ വീഴുവല്ലോ എന്നുള്ളതല്ല. അതിലും ഒരു ബ്യൂട്ടിയൊക്കെ ഉണ്ട്. കാരണം കുട്ടികൾ അങ്ങനെ തല്ലുകൂടി തന്നെയല്ലേ വളരുന്നത്. അതൊരു പ്രകൃതിയുടെ നിർബന്ധം പോലെ നടക്കുന്നതാ. അല്ലാതെ കുട്ടികൾക്ക് ഒരിക്കലും അങ്ങോട്ടും ഇങ്ങോട്ടും ദേഷ്യം വന്നിട്ടൊന്നുമല്ല. അവർ വഴക്ക് കൂടുക എന്ന് പറയുന്നതും സ്വാഭാവികമായിട്ട് സംഭവിക്കുന്ന ഒരു പ്രക്രിയ പോലെ നടന്നുകൊണ്ടിരിക്കുന്നതാ. ഇതേ തരത്തിൽ മുതിർന്ന വളരെ പ്രായം ചെന്നവരെങ്ങനെയാണോ ചെറുപ്പം കുട്ടികളുടെ ഈ കളികളെ എല്ലാം ആസ്വദിക്കുന്നത്, ഇതേ തരത്തിൽ നമ്മുടെ ഉള്ളിലൂടെയുള്ള എല്ലാ ചിന്തകളെയും അവിടെ ശരി തെറ്റ് എന്നുള്ളതിനെ കൊണ്ടുവരരുത്. ശരി തെറ്റ് എന്നുള്ളത് എപ്പോ കൊണ്ടുവന്നോ അപ്പൊ നമ്മുടെ ദുഃഖം കടന്നു വരും. നമ്മുടെ ഉള്ളിലെ ഈ പക്വതയാർന്ന മനസ്സപ്പോ ഓഫായി. നമുക്കങ്ങനെ നമ്മുടെ മനസ്സിനെ നിരീക്ഷിക്കാൻ പറ്റായിക വരികയായി. അപ്പൊ ആ മനസ്സിനുള്ളിലത്തെ വലിയ മനസ്സിനെ ഇങ്ങനെ ഓണാക്കി വെച്ചുകൊണ്ട് നമ്മുടെ ഉള്ളിൽ ഈ ഒരു ദിവസം കടന്നുപോയിട്ടുള്ള എല്ലാ ചിന്തകളെയും, എല്ലാ ഇന്നത്തെ എക്സ്പീരിയൻസുകളെയും ഒന്നുകൂടി ഒന്ന് കണ്ട് വീണ്ടും അതൊക്കെ തുറന്ന് നല്ലവണ്ണം ആസ്വദിച്ച് അടച്ചു വെക്കുക. അപ്പൊ അടച്ചു വെക്കുമ്പോഴേക്കും മിക്കവാറും കഥകളൊക്കെ നമ്മളിൽ നിന്നും തീർന്നു പോയിട്ടുണ്ടാവും. ഇനി കാര്യമായിട്ടൊന്നുമില്ല ഇന്ന് മനസ്സിൽ സൂക്ഷിക്കാൻ. കാരണം രണ്ടാമത് തുറന്നു കാണുമ്പോൾ നമുക്ക് മനസ്സിലാവും വലിയ വിഷയമൊന്നും ഉണ്ടായിട്ടില്ല. ഓരോ പ്രശ്നങ്ങളിലൂടെ കടന്നു പോകുന്ന ആ നിമിഷത്തിൽ മാത്രമേ നമുക്കിതിന് വലിയ പ്രാധാന്യമുള്ളൂ. രണ്ടാമതായി തുറന്നു നോക്കുമ്പോൾ വലിയ കാര്യമൊന്നും വാസ്തവത്തിലില്ല. പക്ഷെ ആരും രണ്ടാമത് തുറന്നു നോക്കാൻ ഇഷ്ടപ്പെടാറില്ല. അതുകൊണ്ടാണ് നമുക്ക് ഉണ്ടായ ഒരു പ്രശ്നം മരിക്കുന്ന വരെയും അത് നമുക്ക് പ്രശ്നമാണ്. അല്ലെ കുറെ കാലങ്ങളോളം അതൊരു പ്രശ്നമായിട്ട് തന്നെ തലയിൽ കൊണ്ടുവന്ന് നടക്കും. അപ്പൊ അതില്ലാതെ എല്ലാ ദിവസവും ഇപ്പൊ ശരീരത്തിലെ അഴുക്ക് എപ്രകാരമാണോ നമ്മൾ കഴുകിക്കളയുക. ഇപ്പൊ മേലഴുക്ക് പറ്റിയിട്ടുണ്ട്, നമ്മളിപ്പോ ഈ വഴിയിലൂടെ നടക്കുമ്പോ കാലില് അഴുക്ക് പറ്റി, ചളി പറ്റി, അല്ലെങ്കിൽ ചാണകം പറ്റി എന്ന് വിചാരിക്കാം. നമ്മൾ അയ്യോ ഈ ചാണകം പറ്റിയല്ലോ, ഇനി ജീവിതം മുഴുവൻ ഈ ചളിയും ആയിട്ട് നടക്കണല്ലോ എന്നല്ലല്ലോ ചിന്തിക്കുന്നത്. തൊട്ടടുത്ത് എവിടെയാണോ ഒരു വെള്ളം കാണുന്നത് ആ വെള്ളത്തിൽ കാല് കഴുകും. വെള്ളമൊഴിച്ച് കാല് കഴുകിയിട്ട് ഈ അഴുക്ക് പോകുന്നില്ലെങ്കിൽ എവിടെയെങ്കിലും കാല് നല്ലവണ്ണം ഒരച്ചൊരച്ചൊരച്ച് ആ അഴുക്ക് പോകുന്നത് വരെ വീണ്ടും വീണ്ടും കഴുകി ആ കാല് വൃത്തിയാക്കും. വൃത്തിയാക്കിയതിന് ശേഷം മാത്രമേ നമുക്കൊരു മനസ്സമാധാനമുള്ളൂ. എന്നിട്ടേ നമ്മൾ തുടർന്ന് യാത്ര മുന്നോട്ട് പോകുന്നുള്ളൂ.
ഇതേ തരത്തിൽ ഓരോ ദിവസത്തെയും ശരീരത്തിലെ അഴുക്കുകളെ തുടച്ച് നല്ലവണ്ണം കുളിച്ച് വൃത്തിയായി ക്ലീൻ ആക്കുന്നതിൽ എത്ര ഇമ്പോർട്ടൻസ് നമ്മൾ കൊടുക്കുന്നുണ്ടോ അത്രയും പ്രാധാന്യം മനസ്സിലെ എല്ലാ അഴുക്കുകളെയും കളയുന്നതിനും കൂടി കൊടുക്കണം. ഇതൊക്കെ ഓരോ അഴുക്കുകളാണ്, ആവശ്യമില്ലാത്തവയാണ്. അഴുക്ക് നല്ലതാണോ ചീത്തയാണോ എന്നുള്ളതല്ല, പക്ഷെ ഇന്ന് നമ്മുടെ മനസ്സിൽ ഇന്നതിലൂടെയൊക്കെ ഞാൻ കടന്നുപോയി, പക്ഷെ നാളത്തേക്ക് എനിക്ക് ഈ ചിന്തകൾ മുഴുവൻ താങ്ങിക്കൊണ്ടു പോകേണ്ടതിന്റെ ആവശ്യകതയില്ല. അപ്പൊ അതുകൊണ്ട് ഇന്ന് ഞാൻ വീണ്ടും എല്ലാം തുറന്നു നോക്കി ആവശ്യമില്ലാത്തതാണെന്ന് തോന്നുന്നതിനൊക്കെ പോകാൻ അനുവദിക്കുന്നു. പോകാൻ അനുവദിക്കാതിരിക്കരുത്. ഇന്ന് വലിയൊരു ദുഃഖം ഉണ്ടായി, ഇന്ന് ദുഃഖം ഉണ്ടാവേണ്ടത് ഇന്നത്തെ ആവശ്യമായിരുന്നു. ഇന്ന് ദുഃഖമുണ്ടായി, ദുഃഖം കഴിഞ്ഞു, ആ സംഭവവും അവസാനിച്ചു. പക്ഷെ ആ ദുഃഖമുണ്ടായ സമയത്ത് അത് നമുക്ക് ഒരു മുറിവ് പോലെ ഉണ്ടായിരിക്കുക, ഒരു ട്രോമ പോലെ ഇരിക്കുകയാണ്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യുന്നു? രാത്രി ഉറങ്ങുന്നതിന് മുൻപ് ആ ദുഃഖമുണ്ടായ വിഷയത്തെ വീണ്ടും കൊണ്ടുവരിക. വീണ്ടും ദുഃഖിക്കാനായിട്ടല്ല, ആ ദുഃഖമുണ്ടായ സമയത്ത് എന്നെ ഒന്ന് വീക്ഷിക്കാൻ. ദുഃഖമുണ്ടാവുന്ന സമയത്ത് ഞാൻ എങ്ങനെയായിരുന്നു ഉണ്ടായിരുന്നത്, അപ്പൊ ദുഃഖത്തിന്റെ തീവ്രത എത്രത്തോളം ആ സമയത്തുണ്ടായി, ആ സമയത്ത് എന്റെ ശരീരം എപ്രകാരമായിരുന്നു ഇരുന്നത്. ഇതുപോലെ ഭയങ്കര നെഞ്ചത്തൊരു കനമൊക്കെ ആയിട്ടായിരുന്നു, തൊണ്ടയിലൊക്കെ ഭയങ്കര കനമായിരുന്നു, തലയ്ക്കൊക്കെ ഭയങ്കര ഭാരമായിരുന്നു. ആ വിഷയങ്ങളെയൊക്കെ, ഫിസിക്കലായിട്ടുണ്ടായ ആ ഫീലുകളെയൊക്കെ മനസ്സിലേക്ക് വീണ്ടും കൊണ്ടുവരണം. അതായത് ദുഃഖിച്ചിരിക്കുന്ന സമയത്ത് നമുക്ക് ഇതൊക്കെ ഒബ്സർവ് ചെയ്യാൻ ബുദ്ധിമുട്ടായിരിക്കും. അത് ഒബ്സർവ് ചെയ്യാൻ പറ്റിയാൽ വലിയ വിജയമായി. അത് അത്ര എളുപ്പം കൊണ്ട് പറ്റുന്നതല്ല. ദുഃഖിച്ചിരിക്കുമ്പോൾ ദുഃഖം തന്നെ. ദുഃഖം കഴിഞ്ഞിട്ടെങ്കിലും നമുക്ക് അതിനെ ഒന്ന് മാറി നിന്ന് ഇതുപോലെ നോക്കിക്കാണാൻ സാധിക്കുകയാണെങ്കിൽ അതിന്റെ ഭാരം കുത്തനെ ഇടിയും. അപ്പം മനസ്സിന്റെ ഭാരം കൂടിയാണ് കുറയുന്നത്. മനസ്സിന്റെ ഭാരം കുറഞ്ഞു കഴിഞ്ഞാൽ മനസ്സ് വളരെ ലൈറ്റ് വെയിറ്റ് ആയി, പിന്നെ നമുക്ക് നല്ല സുഖമായിട്ടുള്ള ഉറക്കത്തിലേക്ക് പോവാം. നാളെ എഴുന്നേൽക്കുന്നത് വളരെ ഫ്രഷ് ആയിട്ടായിരിക്കും. ഈ ഒരു തരത്തിൽ മാനസികമായിട്ടുള്ള വൃത്തിയാക്കലിന് വലിയ പ്രാധാന്യം കൊടുക്കണം. ഇത് ശരീരത്തിന്റെ ആരോഗ്യ സംരക്ഷണത്തിന് നിർബന്ധമാണ്. എന്ത് രോഗമാണ് ഇതുകൊണ്ട് ഉണ്ടാവുക എന്നുള്ളതല്ല, എല്ലാ രോഗവും ഉണ്ടാവാം. അത് ഓരോരുത്തരുടെ വിധിപ്രകാരം സംഭവിക്കും. ഒരാൾക്ക് ഹൈപ്പർ ടെൻഷൻ ആയിരിക്കാം, ഒരാൾക്ക് ഡയബറ്റിസ് ആവാം, ഒരാൾക്ക് മൈഗ്രെയിൻ ആവാം, ഒരാൾക്ക് ദഹന പ്രശ്നമാവാം, ഒരാൾക്ക് സന്ധിവേദനകളാവാം, മസിൽ പെയിൻ ആവാം, എന്ത് അസുഖം വേണമെങ്കിലും ആവാം. മനസ്സിന് നല്ലവണ്ണം ശുചിയാക്കി വെച്ചില്ലെങ്കിൽ ശരീരം ഇടിയുന്നത് എപ്പോഴാണ്, എങ്ങനെയാണ്, ഏത് വിധം നമുക്ക് തിരിച്ചറിയാനാവും എന്നുള്ളതിനെ കുറിച്ചൊന്നും ഒരു ഐഡിയ നമുക്ക് കിട്ടില്ല. അപ്പോൾ എപ്പോഴും ഒരു ഹെൽത്തി ലൈഫ് സ്റ്റൈൽ എന്ന് പറയുന്നത് എല്ലാ വൈദ്യശാസ്ത്രങ്ങളും പറയുന്നതല്ലേ. നല്ല ചിട്ടയായിട്ടുള്ള ഒരു ലൈഫ് വേണം, നല്ല ആഹാരം കഴിക്കണം, നല്ല എക്സസൈസ് വേണം, നല്ല ഉറക്കം വേണം എന്നൊക്കെ എല്ലാവരും പറയുമ്പോഴും മാനസികമായിട്ടുള്ള ഈ ഒരു ശുചീകരണത്തിന് വലിയ പ്രാധാന്യം കൊടുത്ത് കാണാറില്ല. ടെൻഷൻ അടിക്കരുതെന്നൊക്കെ പൊതുവെ പറയുക എന്നുള്ളതല്ലാതെ എങ്ങനെ ടെൻഷൻ അടിക്കാതിരിക്കും? നമ്മൾ സ്ട്രെസ്സുള്ള ഒരു സിറ്റുവേഷനിൽ വരുമ്പോൾ എന്തായാലും സ്ട്രെസ്സിലായി പോകില്ലേ? ആ സമയത്ത് നമുക്ക് എങ്ങനെയാണ് അതിൽ നിന്ന് മാറി നിൽക്കാനായിട്ട് പറ്റുക? ഇനി അങ്ങനെ വലിയൊരു സ്ട്രെസ്സിലൂടെ കടന്നു പോയാൽ തന്നെ പിന്നീട് എനിക്ക് എങ്ങനെ ആ സ്ട്രെസ് കൊണ്ടുണ്ടായിട്ടുള്ള ആരോഗ്യ പ്രശ്നങ്ങളിൽ നിന്നും രക്ഷപ്പെടാം? ഇങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ കൂടി നമ്മൾ ഈ ഒരു ഹെൽത്തി ലൈഫ് സ്റ്റൈൽ എന്ന് പറയുന്നതിൽ കൂട്ടിച്ചേർക്കേണ്ടതുണ്ട്. അപ്പോൾ ഈ മാനസികമായിട്ടുള്ള ശുചീകരണത്തിനുള്ള മനസ്സിന്റെ ഭാഗത്തു നിന്നും ഒരു ഒരു സ്ട്രെസ് കൊണ്ടോ അല്ലെങ്കിൽ ഇതുപോലെയുള്ള മാലിന്യം കൊണ്ട് എൻ്റെ ശരീരത്തിന് ആരോഗ്യക്കുറവ് സംഭവിക്കില്ല എന്ന് ഉറപ്പുവരുത്താനായിട്ട് ഈ ഒരു പ്രാക്ടീസ് ഒരുപാട് സഹായിക്കും. ഇത് നിരന്തരമായിട്ട് പ്രാക്ടീസിൽ കൊണ്ടുവരേണ്ടതാണ്. കാരണം ഇത് മറന്നുപോകും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ബുദ്ധിക്ക് വലിയൊരു എക്സസൈസാണ്. ശരീരത്തെ കൊണ്ട് എക്സസൈസ് ചെയ്യുമ്പോൾ എത്ര സ്ട്രെയിൻ ആണെന്ന് നമുക്കറിയാം. നിരന്തരമായിട്ട് ചെയ്തു കഴിഞ്ഞാൽ അത് അവിടെ സ്ട്രെയിൻ അല്ല. അല്ലാത്ത പക്ഷം ശരീരം കൊണ്ട് നമ്മൾ എക്സസൈസ് ചെയ്യാനായിട്ട് തുടങ്ങുന്ന സമയത്ത് അവിടെ വേദന, ഇവിടെ വേദന. അപ്പൊ എങ്ങനെയെങ്കിലും അതിൽ നിന്ന് വിട്ടുപോകാനുള്ള ഒരു ശ്രമമായിരിക്കും നമ്മൾ നടത്തുക. ഇതേ തരത്തിലാണ് ഞാനിപ്പോ ഈ പറഞ്ഞ പ്രാക്ടീസ് ചെയ്യാൻ തുടങ്ങുമ്പോഴും ഭയങ്കര ക്ഷീണമായിരിക്കും. ബുദ്ധിക്കുള്ള വലിയൊരു എക്സസൈസാണിത്. കാരണം ഒരു ചിന്തയെ കൊണ്ടുവരിക എന്നുള്ളതല്ല, ഒരു ചിന്ത നടക്കുന്ന സമയത്ത് നമ്മുടെ ഫീലുകൾ എന്തായിരുന്നു, ആ സമയത്ത് നമ്മുടെ ഫിസിക്കലായിട്ടുള്ള അനുഭവങ്ങൾ എപ്രകാരമായിരുന്നു, ഫിസിക്കലായിട്ടുള്ള ചേഞ്ചസ് എപ്രകാരമായിരുന്നു എന്നുള്ള തരത്തിൽ വളരെ ആഴത്തിലാണ് ചിന്ത പോകുന്നത്. അപ്പൊ അവിടെ കൂടുതൽ നമ്മുടെ ബുദ്ധിക്ക് എക്സസൈസ് വരുന്നുണ്ട്. അതിന് നമുക്ക് ക്ഷീണവും വരാം. പക്ഷെ ക്ഷീണം എന്ന് പറയുന്നത് സാധാരണ നമ്മൾ ശരീരത്തിന് എക്സസൈസ് കൊടുക്കുമ്പോൾ 2-3-4 ദിവസം ഒരു ക്ഷീണം ഉണ്ടാവില്ലേ, അത്രയേ ഉള്ളൂ. അത് കഴിഞ്ഞാൽ വേറൊരു ആരോഗ്യത്തിലേക്ക് നമ്മൾ ഉയരും. അപ്പോൾ ഈ ഒരു ബുദ്ധിയുടെ തലത്തിലും അങ്ങനെ ഒരു കരുത്ത് നമുക്ക് പ്രതീക്ഷിക്കാം. മാനസികമായിട്ടുള്ള ഒരു കരുത്താർജിക്കലിനുള്ള ഒരു വഴി കൂടിയാണിത്. ഇത് ഇന്നത്തൊട്ട് എല്ലാവരും പ്രാക്ടീസിൽ ഉൾപ്പെടുത്തണം.
ഇതാണ് ഇന്നത്തെ കഥ. എന്തെങ്കിലും സംശയങ്ങളുണ്ടോ അതിൽ?